ഒരു ദിവസം ഈ പലതവണ എൻ്റെ വീട്ടിൽ വരുന്ന ഈ വ്യക്തി ഒരു ദിവസം എന്നോട് പറയുകയാണ്, ഡോക്ടറെ, എൻ്റെ ഭാര്യയുടെ ബ്രസ്റ്റിൽ ഒരു മുഴ പോലെയുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ ചോദിച്ചു, എത്ര നാളായിട്ട് അറിയാം? 1 വർഷമായിട്ട് അറിയാമെന്ന്. എന്നിട്ട് നീ എന്താ ഇത്രയും നാളായിട്ടും പറയാഞ്ഞത് ഇപ്പോഴാണോ എന്ന് പറയുന്നത്? ഏതായാലും പുള്ളിക്കാരത്തോട് വരാൻ പറയാമെന്ന്. പുള്ളിക്കാരൻ പോയി അന്ന് വൈകുന്നേരം തന്നെ കൊണ്ടുവന്നു. ഞാൻ കണ്ടിട്ട് അപ്പോൾ തന്നെ പറഞ്ഞു, ഇത് ക്യാൻസറാണ്. ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടല്ല, അല്ലെങ്കിൽ ഒരു മാതിരി സെക്കൻഡ് സ്റ്റേജിൻ്റെക്ക് കടന്ന ഒരു ക്യാൻസറായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾക്കിതിനെക്കുറിച്ച് അറിയാം എന്നുള്ളത് കൊണ്ട് മാത്രമായില്ല നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾക്ക് ഡോക്ടറിനെ കാണുവാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് സ്വയം പരിശോധിച്ച് നോക്കുവാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടൊന്നുമല്ല ഇത് അവസാനത്തെ സ്റ്റേജിലേക്ക് പോകുന്നത്. മറിച്ച് നമുക്കതിനുള്ള മനസ്സില്ലാത്തതുകൊണ്ടാണ്. എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്താ ബുദ്ധിമുട്ടിയിരിക്കുന്നത്? എൻ്റെ ഭാര്യയുടെ ബ്രസ്റ്റിലൊരു മുഴ ഉണ്ടെന്നാണ് തോന്നുന്നത്, ഡോക്ടറെ ഒന്ന് നോക്കാമോ എന്ന് ചോദിക്കുന്നു. അതിന്1 വർഷം വെയിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഇൻസിഡൻറ്റ്, ഒരേ ദിവസം 3 സ്ത്രീകൾ എൻ്റെ അടുത്ത് ഡോക്ടറെ ബ്രസ്റ്റിൽ മുഴയുണ്ടെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ ഇത് പല സമയങ്ങളിലായിട്ടാണ്, ഇവർ തമ്മിൽ പരസ്പരം അറിയാവുന്നവരൊന്നുമല്ല. പക്ഷേ ഞാനിങ്ങനെ നോക്കി, അത് കഴിഞ്ഞിട്ട് ഞാൻ സർജൻ്റെ അടുത്തും വിട്ടു. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അതിലൊരു അമ്മച്ചി ഉണ്ടായിരുന്നു, ഒരു ചെറുപ്പക്കാരത്തി ഉണ്ടായിരുന്നു, മറ്റൊരു ചെറുപ്പക്കാരി, 2 ചെറുപ്പക്കാരികളും ഒരു അമ്മച്ചി. ഈ അമ്മച്ചിയുടെയും ഒരു ചെറുപ്പക്കാരിയുടെയും ക്യാൻസർ മുഴയായിരുന്നു, മറ്റേ ഒരു ചെറുപ്പക്കാരിയുടെ അത് ക്യാൻസർ അല്ലായിരുന്നു. പിന്നീട് ഞാൻ അന്വേഷിച്ചു, ഇവരെന്തുകൊണ്ട് ഈ ഒരേ ദിവസം വന്നു എന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തലേ ദിവസത്തെ സൂര്യ ടി വിയിലെ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇതുപോലെയുള്ളത്. അന്നേരം അവർ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ, സ്വന്തമായിട്ട് ബ്രസ്റ്റ് എങ്ങനെ പരിശോധിച്ച് നോക്കാമെന്ന് ഇവിടെ കാണിച്ചു കൊടുത്തു ടി വിയിൽ. ഇത് കണ്ടായിരുന്നു ജനങ്ങൾ. അവർ സ്വന്തമായിട്ട് നോക്കിയപ്പോൾ അവർക്ക് സംശയം തോന്നി വന്നതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ്. നമ്മൾ സ്വയം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഞാൻ 3ാമതൊരു ഇൻസിഡൻറ്റിലേക്ക് പോവുകയാണ്. അതായത്, എനിക്കറിയാം, എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ വരുമായിരുന്നു നമ്മുടെ ഈ പ്രദേശത്ത് തന്നെയുള്ള ഒരു വ്യക്തി. അവർ BSc നേഴ്സായിരുന്നു. ഇംഗ്ലണ്ടിന് പോകാനായിട്ട് എല്ലാം റെഡിയായിട്ടിരിക്കുന്ന സമയത്ത് ആണ് അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത്. അവരുടെ ബ്രസ്റ്റ് ക്യാൻസർ 3rd സ്റ്റേജായിരുന്നു. പക്ഷേ അവർക്ക് ഇഷ്ടംപോലെ പൈസയുള്ള വ്യക്തികളായിരുന്നു. എനിക്കറിയാം, അവർ എൻ്റെ അടുത്ത് വന്നത് ഇതിനു വേണ്ടിയാണ്, ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി. ഡോക്ടർ അവരോട് ലേക്ക് ഷോറിൽ നിന്നും പറഞ്ഞു, 12 ഇഞ്ചക്ഷൻ, 1.5 ലക്ഷം രൂപയാണ് ഒരു ഇഞ്ചക്ഷൻ്റെ വില. 12 ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പറഞ്ഞു. അതിൽ 1ാമത്തെ 2ാമത്തെ ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി ആണ് അവർ ഹോസ്പിറ്റലിൽ വന്നത്. ഒരു ഇഞ്ചക്ഷൻ 1.5 ലക്ഷം രൂപയാണ്. അങ്ങനെ അവർ 12 ഇഞ്ചക്ഷൻ എടുത്തു. അവരുടെ നട്ടലിലേക്ക് രോഗം ബാധിച്ചിട്ടുണ്ടായിരുന്നു. നട്ടലിൻ്റെ ശസ്ത്രക്രിയ ചെയ്തു, അതെടുത്ത് കളഞ്ഞു. പക്ഷേ അവരുടെ മറ്റ് ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അവർ ധ്യാനത്തിന് പോയി. ധ്യാനം കൂടിയിട്ട് എൻ്റെ എല്ലാം സൗഖ്യമായി എന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷേ 6 മാസം കഴിഞ്ഞപ്പോൾ അവർ മരിച്ചുപോയി. അവർ ഏകദേശം 40-45 ലക്ഷം രൂപ ഈ ക്യാൻസറിന് വേണ്ടി രക്ഷപ്പെടുവാനായിട്ട് മുടക്കി. പക്ഷേ അവർക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് സ്റ്റേജിലാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ മരിച്ചു പോകുമെന്ന്. അപ്പോൾ നമ്മൾ എത്രമാത്രം പൈസ മുടക്കിയാലും ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് സാധിക്കത്തില്ല. ഇനി 4ാമത്തെ ഇൻസിഡൻറ്റ്, അവരൊരു ഡോക്ടറാണ്, ലേഡി ഡോക്ടറാണ്. അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു. ആദ്യത്തെ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ചു. അതിനുശേഷം അവർ നല്ല ചികിത്സ തേടി. അവർക്ക് പൂർണ്ണമായിട്ടും തന്നെ ഏകദേശം ഭേദമായി എന്ന് തന്നെ പറയാം. പക്ഷേ ക്യാൻസർ രോഗങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്, നമ്മൾക്കൊരു ഫോളോ അപ്പ് വേണം. ക്യാൻസർ രോഗമുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ആ ഡോക്ടേഴ്സ് പറയുന്ന പോലെ ഇത്ര വർഷത്തിലൊന്നോ അല്ലെങ്കിൽ അവരാ പറയുന്ന രീതിയിൽ പോയി ഫോളോ അപ്പ് ചെയ്യണം. എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പ്രശ്നമുണ്ടാകും. ഇവർക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. ഡോക്ടറാണെങ്കിൽ കൂടി പിന്നെ ഒരു ഫോളോ അപ്പോ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിച്ചില്ല. അവരവരുടെ ജോലിയിൽ വ്യാപൃതമായിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം അവരുടെ അപ്പുറത്തെ ബ്രസ്റ്റിനും ക്യാൻസർ ഉണ്ടായി. പിന്നീടുള്ള അവസ്ഥ ഇപ്പോഴുള്ളത് വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഇത് 4ാമത്തെ ഒരു ഇൻസിഡൻറ്റ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ഇതുപോലെയുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. ഒരു ദിവസം എൻ്റെ അടുത്തൊരു അമ്മച്ചി വന്നു. ഈ അമ്മച്ചിയുടെ ഷോൾഡറിനാണ് വേദന. അമ്മച്ചിക്ക് ഷോൾഡർ പൊക്കുമ്പോൾ വേദനയാണ്, ഡോക്ടറെ ഞാൻ അവിടെ നിന്ന് മരുന്ന് വാങ്ങിച്ചു, ഇവിടെ നിന്ന് മരുന്ന് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഷോൾഡറൊക്കെ ഇങ്ങനെ പൊക്കി നോക്കിയപ്പം വലിയ സംഭവങ്ങളൊന്നും കണ്ടില്ല.
അപ്പോൾ അമ്മച്ചിയൊന്നുമല്ല, ഒരു 48 വയസ്സോ 50 വയസ്സേ ഉള്ളൂ. ഞാൻ ഈ ലേഡിയുടെ അടുത്ത് ചോദിച്ചു, മരുന്ന് എഴുതാൻ, വേദനയ്ക്കുള്ള മരുന്ന് എഴുതുവാനായിട്ട് തുടങ്ങിയപ്പോൾ ചുമ്മാ ഞാനൊന്ന് ചോദിച്ചു, അമ്മച്ചി നിങ്ങളുടെ ബ്രസ്റ്റിൽ മുഴ വല്ലതും ഉണ്ടോ ഒന്ന് നോക്കണം കേട്ടോ എന്ന് ചോദിച്ചു. ഡോക്ടർ മുഴയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. മരുന്ന് എഴുതാനായിട്ട് തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ മറു പോലെ ഒരു സാധനം ഏതാണ്ട് കറുപ്പതുണ്ട് എന്ന് പറഞ്ഞു. അന്നൊന്ന് കാണിക്കാൻ പറഞ്ഞു. അവരുടെ ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് ഇങ്ങനെ ആ തൂങ്ങിക്കിടക്കുന്ന ഭാഗം അവരുടെ എല്ലിലേക്ക് ഒട്ടിപ്പോയിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അവർക്ക് എന്തുകൊണ്ട് ഇത് നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തില്ല? തീർത്തും 3rd സ്റ്റേജ് ഒന്നുമല്ല, അതിലും വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റേജിലാണ് അവരെ കണ്ടത്. അവരിപ്പോൾ മരിച്ചുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകളുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നതും അതുതന്നെയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് മറ്റ് സ്ത്രീകളിൽ കണ്ടുവരാവുന്ന ക്യാൻസറിനെ കുറിച്ച് വളരെ പെട്ടെന്ന് 1, 2, 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്യാൻസറിനെ കുറിച്ച് പൊതുവേ നമ്മൾ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ക്യാൻസറിൻ്റെ ചികിത്സയെക്കുറിച്ചും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ്, ഒരു ബോധം ഉണ്ടായിരിക്കണം. ക്യാൻസറിനെക്കുറിച്ച് നമുക്കൊരു ബോധമുണ്ടെങ്കിൽ ഇതൊരു പ്രിവെൻറ്റീവ് ഡിസീസാണ്. ഇത് നമുക്ക് വരാതിരിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മിക്ക ക്യാൻസറുകളും ഇന്ന് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ 100% ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ക്യാൻസറുമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനുവേണ്ടിയുള്ള പൊതുവേ ക്യാൻസറിന് വേണ്ടി പല ടെസ്റ്റുകളുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. ഗർഭപാത്രത്തിൻ്റെ മുഖത്തുള്ള ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ കണ്ടുപിടിക്കാനായിട്ട് പാപ് സ്മിയർ ചെയ്യാം. ചിലപ്പോൾ ശ്വാസകോശത്തിൻ്റെ ക്യാൻസറൊക്കെ കണ്ടുപിടിക്കാനായിട്ട് എക്സ്റേ എടുക്കാം. അത് പോരായെങ്കിൽ നമുക്ക് CT സ്കാനും MRI സ്കാനും ചെയ്യാം. ബ്രസ്റ്റിൻ്റെ ക്യാൻസർ കണ്ടുപിടിക്കാനായിട്ട് മാമോഗ്രാം ചെയ്യാം, MRI സ്കാൻ ചെയ്യാം. അതുപോലെ തന്നെ കുടലിൻ്റെ ക്യാൻസർ കണ്ടുപിടിക്കാനായിട്ട് എൻഡോസ്കോപ്പിയോ കൊളനോസ്കോപ്പി ട്യൂബിട്ടുള്ള പരിശോധനകളൊക്കെ ചെയ്യാം. ഇങ്ങനെയുള്ള പരിശോധനകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്കെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മൾ വേണ്ട എന്ന് വയ്ക്കാതെ നമ്മൾ ഈ പരിശോധനകൾ ചെയ്ത് നോക്കുക തന്നെ ചെയ്യണം. അല്ലാതെ ആർക്കും ക്യാൻസറാണെന്നൊന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തില്ല. പലപ്പോഴും പ്രത്യേകിച്ച് ഇതിൻ്റെ എയർലി സ്റ്റേജസിൽ. നിങ്ങളുടെ ഈ വിൻസെൻ്റ് പോളിൻ്റെ പ്രസിഡൻറ്റ് പറഞ്ഞത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി, അവർക്ക് സ്വയം തോന്നി എനിക്ക് ഒരു മുഴയുണ്ടെന്ന്. ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഡോക്ടർ പറഞ്ഞത് ഒരു കുഴപ്പമില്ലെന്നാണ്. രണ്ടാമതും പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ ഇതെന്തോ ഒരു മുഴയുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെയുള്ള മറ്റ് ഇൻസിഡൻസ് എനിക്കറിയാം. ഒരു പേഷ്യൻ്റ് 32 വയസ്സേ ഉള്ളൂ. അവർ ഡോക്ടറിൻ്റെ അടുത്ത് പോയി മുഴയൊന്നുമില്ല എന്ന് പറഞ്ഞു. രണ്ടാമതും ഡോക്ടറിൻ്റെ അടുത്ത് പോയി മുഴയില്ല എന്ന് പറഞ്ഞു. അവരുടെ നിപ്പിളിനകത്തുനിന്ന് പഴുപ്പ് വരുന്നുണ്ടായിരുന്നു. അവരോട് ഒരു മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞു. മാമോഗ്രാമും ചെയ്തു, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. 6 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ എത്രമാത്രം നമുക്ക് ഇതിനെക്കുറിച്ചൊരു ശുഷ്കാന്തിയും അറിവുമുണ്ടോ അത് നമുക്ക് ഉപയോഗപ്രദമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ക്യാൻസറിനെക്കുറിച്ച് പൊതുവായിട്ട് പറയുമ്പോൾ വായിലുള്ള ക്യാൻസർ, ഓറൽ ക്യാൻസർ, ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മുറുക്കുന്നതാണ്. അതുകൊണ്ട് മുറുക്കുന്നത് ക്യാൻസറിൻ്റെ, വായിലുള്ള ഓറൽ ക്യാൻസറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറയുക, നിങ്ങൾക്ക് ഇത് ക്ഷണിച്ചു വരുത്തുന്നത് ഓറൽ ക്യാൻസറിന് വേണ്ടിയാണ്. മുറുക്കുന്നത് മാത്രമല്ല, ഓറൽ ക്യാൻസറിൻ്റെ ഒരു കാരണം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇറിറ്റേഷൻ, അതായത് മാസങ്ങളും വർഷങ്ങളും നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഇറിറ്റേഷൻ നമ്മുടെ വായ്ക്കുള്ളിൽ ഉണ്ടെങ്കിൽ അതൊരു ക്യാൻസർ ആയി തീരുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു പല്ല് വളരെ ചെരിഞ്ഞാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒടിഞ്ഞു പോയതാണ്. അത് സ്ഥിരമായിട്ട് നമ്മൾ ചവയ്ക്കുകയും വർത്തമാനം പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മോണയിലോ ഉള്ളിലായിട്ട് അത് ഒരു മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതൊരു കോൺസ്റ്റൻ്റ് ഇറിറ്റേഷനാണ്. അത് ഭാവിയിൽ ഒരു ക്യാൻസറായി തീരാം. 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്നു. സ്ഥിരമായിട്ട് എൻ്റെ അടുത്ത് വരുന്നൊരു അമ്മച്ചിയാണ്. ഷുഗറിന് വേണ്ടി അമ്മച്ചി വായിലെന്തോ ഒരു തടുപ്പുണ്ടെന്നും പറഞ്ഞ് കാണിച്ചു. നോക്കിയപ്പോൾ ഒരു ക്യാൻസർ മഴയായിരുന്നു. ക്യാൻസറിൻ്റെ സ്റ്റാർട്ടിങ്ങാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എനിക്കറിയാം അവർ മുറുക്കുന്നതല്ല, പക്ഷേ അവർക്ക് ക്യാൻസർ ഉണ്ടാകാനായിട്ടുള്ള കാരണം ഇതാണ്. അവരുടെ മകന് ആർമിയിലാണ്. ജമ്മു കാശ്മീരിൽ നിന്നും വരുമ്പോൾ നല്ല യൂക്കാലിപ്റ്റസ് തൈലം കൊണ്ടേ കൊടുക്കും. അമ്മയ്ക്ക് സ്ഥിരമായിട്ട് പല്ലുവേദനയുള്ളതാണ്. യൂക്കാലിപ്റ്റസ് തൈലം ഈ പഞ്ഞിക്കകത്ത് ഒരു കുഞ്ഞു
ബോൾ പഞ്ഞിക്കകത്ത് മുക്കിയിട്ട് ഈ വായിക്കകത്തങ്ങ് വെക്കും. യൂക്കാലിപ്റ്റസ് തൈലം എന്താണ്, എങ്ങനെയാണ് നമ്മുടെ വേദന കുറയുന്നത്? അവിടെ പൊള്ളിക്കും. അപ്പോൾ പൊള്ളിക്കുമ്പോൾ നമുക്ക് ആ പൊള്ളലിൻ്റെ ആ സെയിം സെൻസേഷൻ ഒരേ ഞരമ്പികൾക്ക് പറയുന്നത് നമ്മൾ വിക്സ് പറ്റുന്ന പോലെ രോഗം മാറുമല്ല, മറിച്ച് അവിടെ ഒരു നീറ്റലുണ്ടാക്കുമ്പോൾ ആ നീറ്റൽ അല്ലെങ്കിൽ ആ വേദന നമ്മൾക്ക് അനുഭവപ്പെടുകയാണ്. അങ്ങനെ മാസങ്ങളോളം അമ്മച്ചി ആരോടും പറയാതെ വർഷങ്ങളോളം അവിടെ യൂക്കാലിപ്റ്റസ് തൈലം പല്ലുവേദനയ്ക്ക് വേണ്ടി വെച്ചുകൊണ്ടിരുന്നു. ശരിക്കും ചെയ്യേണ്ടത് എന്താ, ഒരു പല്ല് ഡോക്ടറിനെ കണ്ട് ആ പല്ലം എടുത്ത് കളഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ വർഷങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ കോൺസ്റ്റൻ്റ് ഇറിറ്റേഷൻ അവിടെ വായിക്കകത്ത് ക്യാൻസർ ഉണ്ടായി. ഇപ്പോൾ അവർ അതിനുവേണ്ടി കാരിത്താസിൽ നിന്നും ചികിത്സ എടുക്കുന്നുണ്ട്. അപ്പോൾ വായിക്കാത്ത ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ കോൺസ്റ്റൻ്റ് ഇറിറ്റേഷനാണ്, മുറുക്കുന്നതാണ് പ്രധാനപ്പെട്ട കാരണം. ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ഡോക്ടറിനെ ഒന്ന് വാ തുറന്ന് കാണിച്ചാൽ മാത്രം മതി. വായിക്കകത്ത് ല്യൂക്കോപ്ലിക്ക എന്ന് പറയുന്ന വെള്ള കളറുകളോ അല്ലെങ്കിൽ മെലനോപ്ലാക്കിയ എന്ന് പറയുന്ന കറുപ്പ് കളറുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്യാൻസറിന് സംശയമാണ്. ജസ്റ്റ് ഒരു ലോക്കൽ കൊടുത്തിട്ട് ഇച്ചിരി ബയോപ്സിക്ക് എടുത്ത് വിട്ട് കഴിഞ്ഞാൽ അത് 100% നമുക്ക് ഉറപ്പിച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ ബുദ്ധിമുട്ടുള്ളതോ സ്കാനിങ്ങോ ഒന്നും അതിനുവേണ്ടി ആവശ്യമില്ല. ഇനി വോക്കൽ കോഡിൻ്റെ, അതായത് നമ്മൾക്ക് ശബ്ദം തരുന്ന വോക്കൽ കോഡിൻ്റെ ക്യാൻസറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾക്ക് ശബ്ദത്തിന് വ്യത്യാസം വരിക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കൊക്കെ തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ അത് താഴേക്ക് ഇറങ്ങി ആ വോക്കൽ കോഡിന് ഇൻഫെക്ഷനായി കഴിയുമ്പോൾ ശബ്ദത്തിന് പതറലുണ്ടാകും. നമ്മളൊരു ആൻറ്റിബയോട്ടിക്കോ എന്തെങ്കിലുമൊക്കെ കഴിച്ച് 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ ആ ശബ്ദത്തിൻ്റെ പതറലൊക്കെ പോയി നമ്മൾക്ക് പഴയ പോലെ തന്നെ ശബ്ദം വരും. പക്ഷേ മാസങ്ങളും വർഷങ്ങളും അല്ലെങ്കിൽ മാസങ്ങളോളം നിങ്ങളുടെ ശബ്ദത്തിനൊരു വ്യത്യാസമുണ്ട്, ഒരു പതറലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു നല്ല ഡോക്ടറിനെ കണ്ടിട്ട്, ഒരു ENT ഡോക്ടറിനെ കണ്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വോക്കൽ കോഡിൽ എന്തെങ്കിലും തടുപ്പുകളോ കുരുക്കളോ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പോൾ അങ്ങനെയാണ് വോക്കൽ കോഡിൻ്റെ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ശബ്ദത്തിൻ്റെ വ്യത്യാസം, ഇത് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല എന്ന് ഉറപ്പാക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അതുപോലെ തന്നെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആഹാരം ഇറങ്ങിപ്പോകുന്ന ആ കുഴൽ ഈസോഫാഗസിൻ്റെ ക്യാൻസർ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർക്കുള്ള ഒരു ക്യാൻസറാണ് ഈസോഫാഗസിൻ്റെ ക്യാൻസർ. ആ ഇറങ്ങിപ്പോകുന്ന കുഴലിൻ്റെ ക്യാൻസർ. ഈ ഇറങ്ങിപ്പോകുന്ന കുഴലിൻ്റെ ക്യാൻസറിൻ്റെ ലക്ഷണം ഇതാണ്. അതായത് നമ്മൾ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ, വെള്ളം കുടിച്ചു കഴിയുമ്പോൾ, എന്തെങ്കിലും വിഴുങ്ങിക്കഴിയുമ്പോൾ എന്തോ അവിടെ തടയുന്ന ഒരു ഫീലിംഗ്. നമ്മൾ സാധാരണ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ അത് ഇറങ്ങിപ്പോകുന്നതൊന്നും നമുക്കറിയത്തില്ല, അതങ്ങ് ഇറങ്ങിപ്പോകും, നമ്മൾ അറിയുന്ന പോലുമില്ല. എന്നാൽ ഈ അവിടെ എന്തെങ്കിലും മുഴയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഇറങ്ങിപ്പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ തൊട്ടാൽ ഈ തൊടുന്ന ഫീലിംഗ് ഉള്ളതുപോലെ തന്നെ ഈ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ അതിലെ അങ്ങ് ഇറങ്ങിപ്പോകുന്ന ഒരു ഫീലിംഗ് കിട്ടുന്നതാണ്. അത് അവിടെ എന്തോ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. ഇനി അങ്ങനെയല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആഹാരം കഴിച്ചു കഴിയുമ്പോൾ ഛർദ്ദിക്കുന്നു. ഉടനെയല്ല ഛർദ്ദിക്കുന്നത്. ഞാൻ ഇന്ന് വൈകുന്നേരം ഛർദ്ദിച്ചത് ഇന്ന് രാവിലെ കഴിച്ച പുട്ടാണെങ്കിൽ അതൊരു ഡേഞ്ചറസ് സൈനാണ്. അതായത് നേരത്തെ പഴയ ആഹാരം കുറേ സമയങ്ങൾക്ക് ശേഷം, മണിക്കൂറുകൾക്ക് ശേഷം ഛർദ്ദിച്ചു വരുന്നത് അതൊരു ക്യാൻസറിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ഈസോഫാഗസിൻ്റെ ക്യാൻസർ ഉണ്ട് എന്ന് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മളൊരു എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയാൽ പൂർണ്ണമായിട്ടും നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അതല്ലാതെ വേറെ ഒരു ടെസ്റ്റ് ഇല്ല. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ എൻഡോസ്കോപ്പി ചെയ്യുന്ന കാര്യം പറയുമ്പോൾ പലരും പറയും, ഓ ഡോക്ടറെ അത് ട്യൂബിട്ട് ഇറക്കിയുള്ളതല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല. നല്ലൊരു ഹാൻഡ് എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫ്ലെക്സിബിളാണ്, ഒരു ബുദ്ധിമുട്ടുകളും തോന്നുന്നില്ല. മാത്രമല്ല നമുക്കൊരു കുഴപ്പമില്ല എന്ന് നമുക്ക് ഉറപ്പാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുപോലെ പിന്നെ കുടലിൻ്റെ ക്യാൻസറുകൾ സംശയിക്കുന്നത് നമുക്ക് അടിക്കടിക്ക് വയറുവേദന വരിക, ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കുക, ഇടയ്ക്കിടയ്ക്ക് വയറ്റിൽ നിന്ന് പോകാതിരിക്കുക, കോൺസ്റ്റിപ്പേഷൻ, പിന്നെ 2-3 ദിവസത്തേക്ക് വയറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോവുക. ഇതൊക്കെ കുടലിൻ്റെയും ഒക്കെ ക്യാൻസറുകളുടെ ലക്ഷണമാണ്. അതുപോലെ തന്നെ മലദ്വാരത്തിൻ്റെ അവിടെയുള്ള ക്യാൻസറുകളുടെയും ലക്ഷണമാണ്. പിന്നെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ വയറ്റിൽ നിന്ന് പോകുമ്പോൾ ബ്രൗൺ കളറിലാണ് പോകുന്നത്. എന്നാൽ കറുത്ത കളറിൽ മലം പോവുക, മലീന എന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ കറുത്ത കളറിൽ മലം പോകുന്നത് ഒരു ബാഡ് സൈനാണ്. കാരണം ബ്ലഡ് അല്ലെങ്കിൽ രക്തം ഡൈജസ്റ്റായി പോകുമ്പോഴാണ് ഈ കറുപ്പ് കളറിൽ മലം പോകുന്നത്. അപ്പോൾ എവിടെ നിന്നോ ബ്ലഡ് ലീക്ക് ആകുന്നുണ്ട്. അത് എവിടെ നിന്നാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് ഒരു വഴി മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ എൻഡോസ്കോപ്പിയോ
കൊളോണോസ്കോപ്പി ചെയ്യുക. സാധാരണ ഒരു അൾസർ ആയിക്കോട്ടെ, ഇല്ല മറ്റെന്തെങ്കിലും ഒരു പോളിപ്പ് ആയിക്കോട്ടെ, ക്യാൻസർ തിരുമഴ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ക്യാൻസറായിട്ടുള്ള മഴ, ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇതല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. അപ്പോൾ നമുക്കിങ്ങനെ മലം അടിക്കടിക്ക് പല തവണകളായിട്ട് കറുത്തു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറിനെ കാണുകയും അത് പരിശോധിച്ച് നോക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഇനി കറുത്തു പോകുന്നതിന് മറ്റ് കാരണങ്ങളുണ്ട്. അയൺ ഗുളിക കഴിച്ചാൽ കറുത്തു പോകാം, ചീര കഴിച്ചു കഴിഞ്ഞാൽ കറുത്തു പോകാം. അപ്പോൾ അതാണോ ഇതിനകത്തുള്ളത്, ചോര തന്നെയാണോ എന്നറിയാനായിട്ട് വളരെ സിമ്പിൾ, വെറും 20 രൂപ മുടക്കിയാൽ മാത്രം ചെയ്യാവുന്ന ടെസ്റ്റാണ് സ്റ്റൂൾ ഓഫ് ഗുഡ് ബ്ലഡ്. മലം പരിശോധിച്ച് അതിനകത്ത് ചോരമയമുണ്ടോ എന്ന് നോക്കുന്നത്. സ്റ്റൂൾ ഓഫ് ഗുഡ് ബ്ലഡ് +++ എന്നാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ പലപ്പോഴും മറക്കാത്തൊരു സംഭവമുണ്ട്. അതായത് 27 വയസ്സുള്ള ഒരു ലേഡി, അവർക്ക് 1.5 വയസ്സും 3 വയസ്സുമുള്ള 2 കുട്ടികളുണ്ട്. പാവപ്പെട്ട വീട്ടിലെയാണ്. അവർ ഈ കുടലിൻ്റെ ക്യാൻസർ വന്ന് മരിച്ചുപോയി. എനിക്കറിയാം, അവരെൻ്റെ അടുത്ത് ഇതിൻ്റെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ വരുമായിരുന്നു. ഞാൻ അവരെ സഹായിക്കുമായിരുന്നു. അപ്പോൾ അവർ മരിച്ചുപോയി. ഒരു 3-4 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഹസ്ബൻഡിൻ്റെ ഈ മരിച്ചുപോയ ലേഡിയുടെ ഹസ്ബൻഡും വേറൊരു ചേട്ടനും കൂടെ, അവരുടെ റിലേറ്റീവ് ചേട്ടനും കൂടെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഡോക്ടറെ, ഈ മരിച്ചുപോയ ആ പുള്ളിക്കാരത്തിയുടെ അനിയത്തി കല്യാണമൊന്നും കഴിക്കാതെ അവരുടെ വീട്ടിൽ നിൽക്കുകയാണ്. പാവങ്ങളായതുകൊണ്ട് കെട്ടിച്ചു വിടാനായിട്ടൊന്നും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡോക്ടറെ, അവരെ അങ്ങ് കല്യാണം ഈ ദേഹത്തിനെ കൊണ്ട് കഴിപ്പിച്ചാലോ എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കുഞ്ഞു പിള്ളേരല്ലേ, അപ്പം അവരുടെ ചേട്ടത്തിയോ അനിയത്തിയോ ആണല്ലോ, അപ്പോൾ അവർ ആണെ നോക്കിക്കോളുമല്ലോ, അവർക്കാണെങ്കിൽ കല്യാണം കഴിപ്പിച്ച് വിടാനൊന്നും. ദൈവം എന്നോട് പറഞ്ഞു, ഡോക്ടറെ ചുമ്മാ സ്റ്റൂൾ ഓഫ് ഗുഡ് ബ്ലഡ് എന്ന് നോക്കാം. ഞാൻ അവരോട് പറഞ്ഞു, ദൈവം എന്നെ തോന്നിപ്പിച്ചതാണ്, മറ്റൊന്നും ഞാൻ പേഷ്യൻറ്റിനെ പോലും കണ്ടില്ല. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാം, പക്ഷേ നിങ്ങൾ ആ പുള്ളിക്കാരത്തിയുടെ മലം ഒന്ന് ഒക്കൂൾ ബ്ലഡ് ഒന്ന് നോക്കിക്കൊണ്ട് വരാൻ പറഞ്ഞ് എഴുതി കൊടുത്തു. ഒക്കൂൾ ബ്ലഡ് +++ ആയിരുന്നു. ഞാൻ ഈ ഡീറ്റെയിലായിട്ട് എല്ലാം എഴുതി അവരെ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിൻ്റെ അടുത്ത് വിട്ടു. പരിശോധിച്ച് നോക്കിയപ്പോൾ ആ പുള്ളിക്കാരത്തിക്കും ക്യാൻസർ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് സിമ്പിൾ ടെസ്റ്റ് വഴി നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഒത്തിരി പൈസ മുടക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ. സെർവിക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിൻ്റെ മുഖഭാഗത്ത് വജീനയ്ക്കുള്ളിലായിട്ടുള്ള സെർവിക്സ്, അവിടെ ഉണ്ടാകുന്ന ക്യാൻസറിനാണ് സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. സെർവിക്കൽ ക്യാൻസറും അതുപോലെ തന്നെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലുള്ള ഗർഭപാത്രത്തിൻ്റെ ക്യാൻസർ, എൻഡോമെട്രിയൽ ക്യാൻസർ എന്ന് പറയും. ഈ ക്യാൻസറുകളും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതായത് ചെറുപ്പക്കാരാണെങ്കിലും വലിയവരാണെങ്കിലും സാധാരണഗതിയിലൊന്നും ഒരു പ്രശ്നങ്ങളുമില്ലായിരുന്നു എങ്കിൽ ഈ കുറച്ച് നാളുകളായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ വേദനയുണ്ടാകുക. തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കണം എന്താണ് പ്രശ്നമെന്ന്. അതുപോലെ തന്നെ ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ രക്തം 1, 2, 3 തുള്ളി വരിക, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അങ്ങനെയൊന്നുമല്ല, നമ്മൾക്ക് പ്രായമായി മെനോപോസ് സ്റ്റേജിലേക്ക്, അതായത് പീരീഡ്സൊക്കെ മാസമുറയൊക്കെ നിന്നു, പിന്നീട് 1 വർഷം 2 വർഷം 3 വർഷം കഴിയുമ്പോൾ പെട്ടെന്ന് ഉച്ചരിച്ച് മാസമുറ വരിക, അല്ലെങ്കിൽ ഓരോ തുള്ളി ചോര വരിക, സ്പോട്ടിങ്, വളരെ ഡേഞ്ചറസ് സൈനാണ്. നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കണ്ടിട്ട് അതെന്താണ് എന്ന് നോക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ വളരെ സിമ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്നത് പാപ്സ്മിയറാണ്. അത് ചുമ്മാ ജസ്റ്റ് ഈ ഗൈനക്കോളജിസ്റ്റ് അവിടെ കിടത്തിയിട്ട് ആ ഗർഭപാത്രത്തിൻ്റെ മുഖഭാഗം ചുരണ്ടിയെടുത്ത് പരിശോധിക്കുന്നതിനാണ് പാപ്സ്മിയർ എന്ന് പറയുന്നത്. നമുക്ക് സാധാരണഗതിയിൽ പറയുന്നത് അമേരിക്കയിലൊക്കെ ആണെങ്കിൽ മാൻഡറ്ററി ആയിട്ട് 3 വർഷത്തിലൊരിക്കൽ ചെറുപ്പക്കാരായ പ്രത്യേകിച്ച് 30 വയസ്സിനും 65 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ മാൻഡറ്ററി ആയിട്ട് തന്നെ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ആദ്യമേ തന്നെ ഇങ്ങനെയുള്ള ക്യാൻസർ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട്. 125 അല്ലെങ്കിൽ 200 രൂപ മാത്രം മുടക്കുള്ള ഒരു ടെസ്റ്റാണ് ഇന്ന് നമുക്ക് ഇന്ത്യയിൽ പാപ്സ്മിയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ക്യാൻസർ വരാതിരിക്കുവാനായിട്ട് ഏറ്റവും കൂടുതലും ഗർഭാശയ ക്യാൻസറിൻ്റെ ഒരു കാരണം, പല കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന വൈറൽ ഇൻഫെക്ഷനാണ്. ഈ വൈറൽ ഇൻഫെക്ഷനും ഫംഗൽ ഇൻഫെക്ഷനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെറുപ്പകാലങ്ങളിൽ തൊട്ടേ ഉണ്ടെങ്കിൽ നമുക്ക് ഗർഭപാത്രത്തിൻ്റെയും ഗർഭാശയ മുഖത്തിൻ്റെയും ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ
നമ്മൾ എന്നാണ് ശ്രദ്ധിക്കേണ്ടത്? ഞാൻ പ്രീ മാരേജ് കോഴ്സിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ കുട്ടികളോടും പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ വ്യക്തിത്വ ശുചിത്വം പാലിക്കണമെന്ന്. ഈ വ്യക്തിത്വ ശുചിത്വത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാരണം ഞാൻ പറയുന്നത് ഇത് മാത്രമാണ്. നിങ്ങൾക്ക് 45-ാമത്തെ വയസ്സിലും 55-ാമത്തെ വയസ്സിലും ഗർഭാശയമുഖത്തിൻ്റെയും ഗർഭപാത്രത്തിൻ്റെയും ക്യാൻസർ വരാതിരിക്കണമെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഗർഭാശയമുഖത്തോ അല്ലെങ്കിൽ വജീനയിലോ ഒക്കെ അടിക്കടിക്കുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അങ്ങനെ ഇൻഫെക്ഷൻ വരാതിരിക്കുവാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? അതിലേറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങൾ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പും അതിനുശേഷവും അവിടെ സ്വല്പം വൃത്തിയുള്ള വെള്ളം, സോപ്പ് ഉപയോഗിക്കരുത്, വൃത്തിയുള്ള വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ട് ഒരു തുണി ഉപയോഗിച്ച് അത് ആ വെള്ളം ഒപ്പി കളഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനായിട്ട്. അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിന് ശേഷവും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് യൂറിൻ പാസ് ചെയ്ത് വെച്ച് കിടന്നുറങ്ങുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്യൂബിക് റീജിയനിൽ വജനയും ആ ഭാഗങ്ങളിലുമൊക്കെയുള്ള രോമം മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ ഒന്നെങ്കിൽ കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ ഷേവ് ചെയ്തോ കളഞ്ഞ് അവിടെ അനാവശ്യമായിട്ട് കൂടുതലായിട്ടുള്ള രോമ വളർച്ചയില്ല എന്ന് ഉറപ്പാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സ്രവങ്ങൾ അവിടെ വീഴാം, ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. യൂറിൻ വേണമെങ്കിൽ പരണ്ടിരിക്കാം, ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. അതുപോലെ തന്നെ ചിലപ്പോൾ സെമിനും അതുപോലെയുള്ളതൊക്കെ അവിടെ വീണ് പറ്റിപ്പിറച്ചിരിക്കാം. നിങ്ങൾക്ക് ഫംഗലും പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻസും ഒക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വ്യക്തിത്വ ശുചിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വ്യക്തിത്വ ശുചിത്വം അടിക്കടിക്കുള്ള മൂത്രത്തിൽ പഴുപ്പ് വരാതിരിക്കുവാനായിട്ട് ഒക്കെ ഇങ്ങനെയുള്ള ഈ വ്യക്തിത്വ ശുചിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് സോപ്പ് അധികം ഉപയോഗിക്കരുതെന്ന്. തീർച്ചയായിട്ടും ചിലരുടെ അടുത്ത് വ്യക്തിത്വ ശുചിത്വത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം തൊട്ട് പിന്നെ ഭയങ്കര വാഷിംഗ് ആയിരിക്കും സോപ്പ് ഉപയോഗിച്ച്. സോപ്പ് ഒരു കെമിക്കലാണ്. അവിടെ നമുക്ക് വേണ്ട നല്ല ബാക്ടീരിയാസ് സോപ്പ് അമിതമായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ നശിച്ചു പോകും. പിന്നെ വേണ്ടാത്ത വൈറസ് അവിടെ കയറി പിടിക്കും, ഫംഗസ് അവിടെ കയറി പിടിക്കും. അതുകൊണ്ട് കുളിക്കുന്ന സമയത്ത് അത്യാവശ്യം സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നതല്ലാതെ നമ്മൾ ഓവറായിട്ട് സോപ്പ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് തീർച്ചയായിട്ടും നല്ലത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഗർഭപാത്രത്തിൻ്റെ ക്യാൻസറും സെർവിക്കൽ ക്യാൻസറും ഒക്കെ വരാതിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ക്യാൻസറാണ് തൈറോയിഡിൻ്റെ ക്യാൻസർ. തൈറോയിഡിൻ്റെ ക്യാൻസർ വളരെ കോമൺ അല്ലെങ്കിലും ഇന്നും ഉള്ള ഒരു ക്യാൻസറാണ്. ഇന്നും അധികം പേരിലും കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ് തൈറോയിഡിൻ്റെ ക്യാൻസർ. തൈറോയിഡിൻ്റെ മുഴയുള്ളവർക്ക് മാത്രമല്ല ക്യാൻസർ ഉണ്ടാകുന്നത്, മുഴയില്ലാത്തവർക്കും തൈറോയിഡിൻ്റെ ക്യാൻസർ വരുന്നതാണ്. ഇനി തൈറോയ്ഡ് നമ്മൾ വല്ലപ്പോഴൊക്കെ ഒരു TSH മാത്രം നോക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ അളവ് നോക്കുന്നത് കൊണ്ട് തെറ്റില്ല. അതുപോലെ തന്നെ അതിനകത്ത് നിങ്ങൾക്ക് ഹൈപ്പോ തൈറോയിഡിസം അല്ല, മറിച്ച് ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ, അതായത് TSHൻ്റെ അളവ് വളരെ കുറഞ്ഞിട്ടുള്ള തൈറോയിഡിൻ്റെ പ്രവർത്തനം അമിതമായിട്ടുള്ള ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന ഒരു പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ വരാനായിട്ടുള്ള ചെറിയ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇടയ്ക്ക് നമ്മൾ ഒന്നെങ്കിൽ ന്യൂക്ലിയർ സ്കാനിങ് ചെയ്ത് നോക്കണം. 2500 രൂപ 2700 രൂപയൊക്കെ ആകും. ഇല്ലെങ്കിൽ അവിടെ നിന്നും ഈ തൈറോയ്ഡ് മുഴയുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു കുത്തിയെടുത്ത് അല്പം 3 വർഷത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ പരിശോധിച്ച് നോക്കണം. ഇതൊന്നുമല്ലെങ്കിൽ മുഴയുള്ള ആൾക്കാർ അത് റിമൂവ് ചെയ്ത് സർജിക്കലായിട്ട് റിമൂവ് ചെയ്ത് കളയണം. അങ്ങനെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഈ ക്യാൻസർ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത്. പിന്നെ തൈറോയിഡിൻ്റെ ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനെ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു ക്യാൻസറാണ് തൈറോയിഡിൻ്റെ ക്യാൻസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലിംഫ് നോഡ് ഗ്രന്ഥികൾ, ഹോഡ്കിൻസ് ലിംഫോമ എന്നൊക്കെ പറയുന്ന ക്യാൻസറുകൾ ഇന്ന് നമ്മളുടെ ഈ ഹൈ റേഞ്ചസിൽ വളരെയേറെ കണ്ടുവരാറുണ്ട്. ഒത്തിരി പേഷ്യൻസിനെ എനിക്കറിയാം. ഈ ഹോഡ്കിൻസ് ലിംഫോമ എന്ന് പറയുന്നത് നമ്മുടെ ലിംഫ് നോഡ് ഗ്രന്ഥികളുടെ, നമുക്ക് ജലദോഷവും കഫമൊക്കെ വരുമ്പോൾ ഇവിടെയും അവിടെ ഇവിടെയൊക്കെ മുഴച്ചു വരുന്ന ആ ഗ്രന്ഥികൾ, ലിംഫ് നോഡ് ഗ്രന്ഥികൾ, അതിനും ക്യാൻസർ ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും മുഴകൾ സാധാരണയല്ലാതെ പുതുതായിട്ട് കാണുകയും അത് പെട്ടെന്ന് വളരുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അതിന് അല്പസ്വല്പം വേദനയൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ലാത്തതാണ് എന്ന് ഉറപ്പാക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ലിംഫ് നോഡ് ഗ്രന്ഥികളുടെ ക്യാൻസറിനെ കുറിച്ച് ഒരു പരിധിവരെ നേരത്തെ കണ്ടുപിടിക്കുവാനായിട്ടും അതിനെ ചികിത്സിച്ച് 100% ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ക്യാൻസറുകളാണ് പ്രത്യേകിച്ച് ആദ്യത്തെയും 2ാമത്തെ സ്റ്റേജിൽ ലിംഫ് നോഡ് ഗ്രന്ഥികളുടെ ക്യാൻസർ. പിന്നെ ഉള്ള ഒരു ക്യാൻസറാണ്
ബ്രെയിൻ ട്യൂമർ. ബ്രെയിൻ ട്യൂമറിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സാധാരണ നമുക്ക് തലവേദനയൊക്കെ ഉണ്ടാകാറുണ്ട്. നമുക്ക് കണ്ണിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ തലവേദന ഉണ്ടാകാം, ടെൻഷൻ ഉണ്ടെങ്കിൽ തലവേദന ഉണ്ടാകാം, അധികമായിട്ടുള്ള ജോലിയാണെങ്കിൽ തലവേദന ഉണ്ടാകാം, ഒത്തിരി കാരണങ്ങളാൽ തലവേദന ഉണ്ടാകാം. എന്നാൽ തലവേദനയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വ്യത്യാസം വരിക, പ്രത്യേകിച്ച് നമ്മളൊരു കമ്പിയെ നോക്കുമ്പോൾ അത് രണ്ടായിട്ട് കാണുക, ഒരു കമ്പി രണ്ടായിട്ട് കാണുക, ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു വ്യക്തിയും കൂടെ നിൽക്കുന്ന പോലെയുള്ള ഒരു കാഴ്ച വ്യത്യാസങ്ങൾ, ഇതൊക്കെ ഉള്ളിൽ എന്തെങ്കിലും റെറ്റിനയുടെ അവിടെയൊക്കെ പ്രത്യേകിച്ച് ഞരമ്പുകൾ ഞെങ്ങുന്നതിൻ്റെയും ചിലപ്പോൾ ട്യൂമറുള്ളതിൻ്റെയും ചിലപ്പോൾ ബ്രെയിനിൻ്റെ പ്രശ്നത്തിൻ്റെയും ഒക്കെയാകാം. അതുപോലെ തന്നെ ഈ തലവേദന ഇങ്ങനെ സ്ഥിരമായിട്ട് എത്രമാത്രം ഗുളിക കഴിച്ചാലും തലവേദന മാറുന്നില്ല, അതിനോട് അനുബന്ധിച്ച് ഛർദ്ദിക്കുകയും കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും തലച്ചോറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രഷർ കൂടുന്നുണ്ട്, ചിലപ്പോൾ ഒരു കുഞ്ഞു ട്യൂമറായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം അത് ഡോക്ടറിനെ കണ്ട് വേണമെന്നുണ്ടെങ്കിൽ CT സ്കാനോ MRI സ്കാനോ ചെയ്ത് ഒരു കുഴപ്പമില്ല എന്ന് ഉറപ്പാക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഞാൻ ഈ സ്കാനിങ്ങിനെക്കുറിച്ചും ഈ പരിശോധനകളെക്കുറിച്ചും പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമുക്ക് പൊതുവേ ഇങ്ങനെയുള്ള പരിശോധനകളൊക്കെ ചെയ്യുന്നതിനൊന്നും വലിയ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊന്നുമല്ല. നമ്മൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യുകയും കുഴപ്പമില്ല എന്ന് ധൈര്യപൂർവ്വം ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നല്ലതാണ്. ഇൻഡയറക്റ്റ്ലി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ആദ്യമേ തന്നെ അതിനെ അവോയ്ഡ് ചെയ്യുവാനായിട്ടും നേരത്തെ തന്നെ കണ്ടുപിടിക്കുവാനായിട്ടും സാധിക്കും. ഇനി തലച്ചോറിൻ്റെ ട്യൂമറിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ചെറുപ്പകാലത്ത് തന്നെ വളരെയേറെ കൂടുതൽ സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതാണ് എന്ന് നിങ്ങൾ മറക്കാതിരിക്കുക. അതായത് നിങ്ങളുടെ കുട്ടിക്ക് 1 വയസ്സും 1.5 വയസ്സും 2 വയസ്സും 2.5 വയസ്സുമുള്ള കുട്ടിക്കൊക്കെ അവിടെ മര്യാദയ്ക്ക് കിടക്കുവാനായിട്ട് ഒരു മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് കൊടുക്കുന്നതൊക്കെ തീർച്ചയായിട്ടും നല്ലതല്ല. കാരണം ഈ ചെറിയ പ്രായത്തിൽ തലയോട്ടിയുടെ കട്ടി കുറവാണ്, അതുകൊണ്ട് അവർക്ക് റേഡിയേഷൻ കൂടുതൽ അടിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ മൊബൈലിൽ നിന്നുള്ളത് വളരെ ചെറുതാണെങ്കിലും അത് കോൺസ്റ്റൻ്റായിട്ട് പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾക്ക് അടിക്കുകയാണെങ്കിൽ അത് ഭാവിയിൽ അവർക്ക് ബ്രെയിൻ ട്യൂമറും ഒക്കെ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. പൊതുവേ ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെയാണ് പറയാനായിട്ടുള്ളത്. ഇനി ബ്രസ്റ്റ് ക്യാൻസർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഈ ഒരു ദിവസം തന്നെ ഈ അച്ഛനൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നതും ഈ ഒരു സംഘടന അല്ലെങ്കിൽ നിങ്ങളുടെ മാതൃദീപ്തിയൊക്കെ ഇതിനു വേണ്ടി ഒരു ദിവസം തിരഞ്ഞെടുത്തതുമൊക്കെ ബ്രസ്റ്റ് ക്യാൻസറിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ബ്രസ്റ്റ് ക്യാൻസറിന് ഇമ്പോർട്ടൻസ്? ഇന്ന് ലോകത്തിൽ സ്ത്രീകളിൽ കാണുന്ന ക്യാൻസറുകളിൽ 2ാം സ്ഥാനം ബ്രസ്റ്റ് ക്യാൻസറിനാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതലും സ്ത്രീകളിൽ കണ്ടുവരുന്ന ക്യാൻസറിൽ 1ാം സ്ഥാനം ബ്രസ്റ്റ് ക്യാൻസറിനാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് പ്രത്യേകിച്ച് നമ്മളുടെ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ക്യാൻസറുകളുടെ അളവ് കൂടുതലാണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അതിനെക്കുറിച്ച് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സോ ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വളരെ ഏറെ കണ്ടുവരുന്നൊരു സമയമാണ്. പിന്നെ അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഇത്രമാത്രം ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്? ബ്രസ്റ്റ് ക്യാൻസർ ആദ്യമേ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 100% ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. 2nd സ്റ്റേജിലോ അല്ലെങ്കിൽ 3rd സ്റ്റേജിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിൻ്റെ അപകടാവസ്ഥയിൽ തന്നെയായിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആദ്യമേ തന്നെ കണ്ടുപിടിക്കുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? അതിനു വേണ്ടിയാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ. സ്വന്തമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷന് ഇന്ന് യുണൈറ്റഡ് നേഷൻസ് പറയുന്ന മറ്റ് രോമന പേരുണ്ട്. നോ യുവർ ബ്രസ്റ്റ്. നിങ്ങളുടെ ബ്രസ്റ്റിനെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മളുടെ ശരീരത്തിനെ നമ്മൾ അറിഞ്ഞിരിക്കുക, എൻ്റെ ബ്രസ്റ്റിനെ ഞാൻ അറിഞ്ഞിരിക്കുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നോ യുവർ ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ബ്രസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. നിങ്ങൾ മാസത്തിലൊരിക്കൽ കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കണ്ണാടിയുടെ മുമ്പിലോ നിങ്ങളുടെ ബ്രസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ആ ബ്രസ്റ്റിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു കഴിവ്, അതാണ് നോ യുവർ ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ ബ്രസ്റ്റിനെ നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ നോ യുവർ ബ്രസ്റ്റ് എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ് ഒരു രീതിയിൽ പറഞ്ഞാൽ. ആരൊക്കെയാണ് ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കേണ്ടത്? എല്ലാ സ്ത്രീകളും
അവർക്ക് 25 വയസ്സിന് ശേഷം ജീവിതകാലം മുഴുവൻ മാസത്തിലൊരിക്കൽ ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കണം. എന്നാണ് നിങ്ങൾ ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കേണ്ടത്? നിങ്ങളുടെ ഒരു പീരീഡ്സ് കഴിഞ്ഞ് ഒരു 7 ദിവസം കഴിയുമ്പോൾ, ഒരു 7-8 ദിവസം കഴിയുമ്പോൾ, 7, 8, 9, 10, 11, 12 ആ ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാ മാസവും ഒരിക്കൽ ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കണം. എന്തുകൊണ്ടാണ് ഈ പീരീഡ്സിൻ്റെ സമയത്തോ പീരീഡ്സിൻ്റെ തൊട്ട് മുമ്പോ പിമ്പോ ഉള്ള സമയത്ത് ബ്രസ്റ്റ് പരിശോധിക്കേണ്ട എന്ന് പറയുന്നത്? ഹോർമോൺസിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മളുടെ ബ്രസ്റ്റിൽ കുറേ തടുപ്പുകളുമൊക്കെ കാണും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ മുഴയാണ്. അതുകൊണ്ടാണ് ഒരു പീരീഡ്സ് തുടങ്ങി ഒരു 7 ദിവസം കഴിയുമ്പോൾ, 7-8 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കണമെന്ന് പറയുന്നത്. ഇനി ആരൊക്കെയാണ് കൂടുതൽ ഇൻട്രസ്റ്റോടെ ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കേണ്ടത്? എല്ലാ സ്ത്രീകളും 25 വയസ്സിന് ശേഷം എല്ലാ മാസവും ബ്രസ്റ്റ് അവരുടെ ജീവിതകാലം മുഴുവൻ പരിശോധിച്ച് നോക്കണം. എങ്കിലും നിങ്ങളുടെ അമ്മയ്ക്കോ സഹോദരിക്കോ ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാം എന്ന് നിർബന്ധമില്ല. പക്ഷേ വരാനുള്ള ചാൻസ് 30%. 30% എന്ന് പറഞ്ഞാൽ കുറവല്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾ തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റോടെ ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കുകയും 3 വർഷത്തിലൊരിക്കൽ മാമോഗ്രാം ചെയ്തു നോക്കുകയും എല്ലാ വർഷവും ഡോക്ടറിനെ കൊണ്ട് പരിശോധിച്ച് നോക്കുകയും ചെയ്യണം. ഇനി അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മാസമുറ തുടങ്ങിയത് 13 വയസ്സിന് മുമ്പായെങ്കിൽ നിങ്ങൾ എല്ലാ മാസവും വളരെ ഇൻട്രസ്റ്റോടെ നിങ്ങൾ ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കണം. നിങ്ങളുടെ മാസമുറ നിന്നത് നിങ്ങൾക്ക് 55 വയസ്സിന് ശേഷമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റിസ്ക് ഉള്ള ഒരാളാണ്. ബ്രസ്റ്റ് എല്ലാ മാസവും പരിശോധിച്ച് നോക്കണം. നിങ്ങൾ 3 വർഷത്തിൽ കുറവ് കാലമാണ് മുലയൂട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എല്ലാ മാസവും ബ്രസ്റ്റ് ഇന്ന് 1-2 പിള്ളേരേ ഉള്ളൂ. ഒരു കൊച്ചിന് 1.5 വയസ്സ് വരെയോ 2 വയസ്സ് വരെയോ മുലയൂട്ടിക്കഴിഞ്ഞാൽ 3 വർഷത്തിൽ കൂടുതലൊന്നും ആരും മുലയൂട്ടാറില്ല. അപ്പോൾ നമ്മളെല്ലാം ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കണം. മുലയൂട്ടുന്ന അമ്മമാർക്ക് 20% കുറവാണ് ബ്രസ്റ്റ് ക്യാൻസർ വരുവാനായിട്ട്. ഇനി നിങ്ങൾ ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡായിട്ട് അധിക നാൾ ഹോർമോണൽ ഗുളികകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് ഉണ്ട് ബ്രസ്റ്റ് ക്യാൻസർ വരുവാനായിട്ട്. എല്ലാ മാസവും നിങ്ങൾ ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരം അനുവദനീയമായതിൽ കൂടുതലായിട്ട് നിങ്ങളൊരു പൊണ്ണത്തടിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഫാറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ മാസവും ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കണം. ഇനി ഇങ്ങനെയൊന്നുമല്ല, ഏതെങ്കിലും കാരണത്തിന് വേണ്ടി നിങ്ങളുടെ ബ്രസ്റ്റിൽ എന്തെങ്കിലും ശസ്ത്രക്രിയകൾ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളും എല്ലാ മാസവും ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കണം. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ത്രീ ആണെങ്കിൽ 25 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ മാസവും സ്വന്തമായിട്ടും ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കണം. ഇനി എങ്ങനെ നിങ്ങൾക്ക് ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കുവാനായിട്ട് സാധിക്കും? ഈ ബ്രസ്റ്റ് പരിശോധനയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട്, നിങ്ങളുടെ കമ്പാനിയൻ, നിങ്ങളുടെ ഹസ്ബൻഡിനും ഈ ജോലി കൊടുക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡിനും ഇതിനുള്ളൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ വീട്ടിൽ കൃത്യമായിട്ടും ചിട്ടി അടയ്ക്കാനായിട്ടൊരു ഡേറ്റ് കാണും. നമ്മുടെ വീട്ടിലെ പാല് വാങ്ങിച്ചതിൻ്റെ പൈസ കൊടുക്കാനായിട്ട്, പത്രം വാങ്ങിച്ചതിൻ്റെ പൈസ കൊടുക്കാനായിട്ടൊക്കെ ഒരു ഡേറ്റ് എല്ലാ മാസവും ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ സ്കൂളിലെ പിള്ളേർക്ക് ഫീസ് അടയ്ക്കാനായിട്ട് ഡേറ്റ് ഉണ്ട്. എല്ലാ മാസവും നിങ്ങൾക്കും ഒരു സമയമുണ്ടായിരിക്കണം. ഒരു ദിവസത്തിൽ 10 മിനിറ്റ് നിങ്ങളുടെ സ്വന്തം ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കാൻ. നിങ്ങൾക്ക് മടിയാണെങ്കിൽ ഇത് ഓർമ്മിപ്പിക്കുവാനായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഹസ്ബൻഡിനും നിങ്ങളുടെ ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കുവാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് മാത്രമല്ല. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കേണ്ടത്? ഇവിടെ ഒരു കയ്യുറയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് അവർ തരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ വളരെ വലിയൊരു കാര്യമാണ്. നമ്മൾക്കൊന്നും അതിൻ്റെ വില അറിയത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും ഒരു ശുഷ്കമായിട്ടുള്ള സമൂഹം ഇപ്പോൾ ഇവിടെയുള്ളത്. പക്ഷേ എനിക്കതിൽ ഇത്രയും ആൾക്കാർ, ഈ 10-50-60 ആൾക്കാർ വന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങളറിയുന്ന ഈ കേൾക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്കും ഉപയോഗപ്രദമായിരിക്കും, മറ്റുള്ളവർക്കും ഉപയോഗപ്രദമായിരിക്കും. ഈ ഉറ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കിയാൽ കൂടുതൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ മുഴ കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും, സെൻസിറ്റിവിറ്റി കൂടുതലുള്ളതുകൊണ്ട്. എന്നാൽ ഇങ്ങനെയൊന്നുമല്ലെങ്കിലും ഈ ഉറയില്ലാത്തവർക്കും ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കാം നിങ്ങളുടെ കൈ ഉപയോഗിച്ചുകൊണ്ട്. നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് വെച്ച് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലെ ബ്രസ്റ്റും നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് നിങ്ങളുടെ റൈറ്റ് സൈഡിലെ ബ്രസ്റ്റും പരിശോധിച്ച് നോക്കുക. ഈ പരിശോധിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രസ്റ്റിൽ നോക്കുക ആദ്യം അതിൻ്റെ ചർമ്മത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന്. അതായത് എന്തെങ്കിലും സ്യൂഡോ ഓറഞ്ച് ചേഞ്ച് എന്ന് പറയും. വലിയ ഓറഞ്ചിൽ കാണുന്ന കുത്തു പാട് പോലെ ഈ ബ്രസ്റ്റിൻ്റെ ആ ചർമ്മത്തിൽ എന്തെങ്കിലും ഉണ്ടോ?
ഇല്ലെങ്കിൽ നമുക്ക് കുളിര് കോരിയിടുമ്പോൾ നമ്മുടെ ഈ ചർമ്മത്തിലുണ്ടാകുന്ന ആ കുത്തുപാട് പോലെ വല്ലതും നമ്മുടെ ഈ ബ്രസ്റ്റിൻ്റെ ചർമ്മത്തിലുണ്ടോ? അതൊരു ഡേഞ്ചറസ് സൈനാണ്. കാരണം അകത്തിരിക്കുന്ന മുഴ ക്യാൻസർ മുഴ, നിങ്ങൾക്കറിയാം ക്രാബാണ് ക്യാൻസർ, ഞണ്ടാണ് ക്യാൻസറിൻ്റെ സിമ്പൽ. അത് വലിക്കുന്നത് കൊണ്ടാണ് ഈ കുത്തുപാടുകൾ വരുന്നത്. അപ്പോൾ കൂടുതൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ നിപ്പിൾ പതുക്കെ ഒരു വിരൽ വെച്ച് പ്രസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും രക്തം കലർന്നതോ പഴുപ്പോട് കൂടിയതായിട്ടുള്ള ദ്രാവകം വെളിയിലേക്ക് വരുന്നുണ്ടോ എന്ന്. അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ 2 നിപ്പിളും ഒരേപോലെ വെളിയിലേക്ക് നീണ്ടു തന്നെയാണ് നിൽക്കുന്നത്. അല്ലാതെ ഒരു സൈഡിലത്തെ മാത്രം ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്ന നിപ്പിൾ, ഇൻവല്യൂട്ടഡ് നിപ്പിൾ എന്ന് പറയും, വളരെ ഡേഞ്ചറസ് സൈനാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരേപോലെയാണോ 2 സൈഡിലും നിപ്പിൾ നിൽക്കുന്നത്? അതെ. അപ്പോൾ ഇങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് വെച്ച് നിങ്ങൾ അടിഭാഗത്ത് നിന്നും ആ നിപ്പിളിൻ്റെ ഭാഗത്തേക്ക് പതുക്കെ പാൽപ്പേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിരലിൻ്റെ ഇവിടെ ഈ ഗ്ലൗസ് ഉപയോഗിക്കാം. ഗ്ലൗസ് ഇല്ലാത്തവർക്കോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാത്ത സമയത്തോ നിങ്ങളുടെ വിരൽ വെച്ചല്ല നോക്കേണ്ടത്, ഇവിടം വെച്ചാണ് നോക്കേണ്ടത്. പാൽപ്പേറ്റ് ചെയ്യുക. അതായത് പതുക്കെ ഇങ്ങനെ തടവി നോക്കുക. അടിഭാഗത്ത് നിന്നും നിപ്പിളിൻ്റെ ഭാഗത്തേക്ക്, സൈഡിൽ നിന്നും നിപ്പിളിൻ്റെ ഭാഗത്തേക്ക്, ഈ സൈഡിൽ നിന്നും നിപ്പിളിൻ്റെ ഭാഗത്തേക്ക്, കഷത്തിൽ നിന്നും നിപ്പിളിൻ്റെ ഭാഗത്തേക്ക് പതുക്കെ ഇങ്ങനെ പാൽപ്പേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അടിയിൽ എന്തെങ്കിലും തടവുന്നുണ്ടോ എന്ന് നോക്കുക. എന്നാൽ ഈ ഗ്ലൗസ് ഉപയോഗിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഒരു കുഞ്ഞ് അരിമണിയുടെ വലിപ്പത്തിലുള്ള മുഴയുണ്ടെങ്കിൽ പോലും കണ്ടുപിടിക്കാമെന്നാണ് അവരതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പാൽപ്പേറ്റ് ചെയ്ത് നോക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ പാൽപ്പേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു തടുപ്പ് അതിൻ്റെ അടിയിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറിനെ കണ്ടിട്ട് അത് കുഴപ്പമില്ലാത്തതാണ് എന്ന് ഉറപ്പാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ പോലും നിങ്ങളുടെ ഒരു ടെൻഷൻ കുറയ്ക്കുവാനായിട്ട് നിങ്ങൾ ഇങ്ങനെയൊരു മുഴ കണ്ടെങ്കിൽ അത് നിങ്ങൾ പതുക്കെ വിരൽ വെച്ച് ഞെക്കി നോക്കുക. അങ്ങനെ ഞെക്കുമ്പോൾ ആ മുഴ അങ്ങ് തെന്നി വഴുതി മാറിപ്പോകുന്നുണ്ടെങ്കിൽ, മൗസ് ഇൻ ദ ബ്രസ്റ്റ് എന്ന് പറയും. ഒരു പൂച്ചക്കുട്ടിയെ നമ്മൾ പിടിക്കുമ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്നും വഴുതി ഓടിപ്പോകുന്നത് പോലെ അത് ഞെക്കുമ്പോൾ അങ്ങ് തെന്നി മാറിപ്പോകുന്നുണ്ടെങ്കിൽ അത് ക്യാൻസർ മുഴയല്ല, അത് ഫൈബ്രോ അഡിനോമായ ബ്രസ്റ്റ് എന്ന് പറയുന്ന 90% മുഴകളും അങ്ങനത്തെ മുഴയാണ്. എന്നാൽ നിങ്ങളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഈ എല്ലിൽ ഈ കൈ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് നോക്കുമ്പോൾ ഈ എല്ലിൽ പിടിക്കുമ്പോൾ ഏത് ഫീലിംഗ് ആണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതുപോലെയുള്ളൊരു ഹാർട്ട് ഫീലിംഗ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് ക്യാൻസർ ആകുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്തുമായിക്കോട്ടെ, ഒരു മുഴയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറിനെ കണ്ടിട്ട് അത് കുഴപ്പങ്ങളൊന്നുമില്ലാത്തതാണ് എന്ന് ഉറപ്പാക്കേണ്ടത് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, നിങ്ങളിങ്ങനെ പാൽപ്പേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ കഷത്തിൽ നിന്നും ബ്രസ്റ്റിൻ്റെ നിപ്പിളിൻ്റെ ഭാഗത്തേക്കുള്ള ഭാഗം വളരെ വളരെ കെയർഫുള്ളോടെ നോക്കുക. 78%, 75% തൊട്ട് 80% ക്യാൻസർ മുഴകളും ആ ഭാഗത്താണ് കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം. ഇങ്ങനെ നിങ്ങൾ എല്ലാ മാസവും ഒരിക്കൽ നോക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കാണുക. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ അത് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ചികിത്സിച്ച് ഭേദമാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു ക്യാൻസറാണ്. ഇനി ചികിത്സയുടെ ഒരു കാണാപ്പുറങ്ങൾ, ഇത് നിങ്ങളുടെ അറിവിന് വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ക്യാൻസർ നിങ്ങൾക്ക് കണ്ടുപിടിച്ചു എങ്കിൽ നിങ്ങൾക്ക് അത് പരിഭ്രാന്തിപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ കൃത്യമായിട്ടും അന്വേഷിച്ച് ഒരു നല്ല ഡോക്ടറിൻ്റെ അടുത്ത് പോവുക. ഈ ചികിത്സയുടെ കാണാപ്പുറങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്. പേര് കേട്ടോ പെരുമ കേട്ടോ ഹോസ്പിറ്റലിൻ്റെ വലിപ്പം കൊണ്ടോ ഒന്നുമല്ല നിങ്ങൾ പോകേണ്ടത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ടും അന്വേഷിക്കുക, മനസ്സിലാക്കുക ഞാൻ എവിടെ പോകേണ്ടതാണെന്ന്. അങ്ങനെയുള്ള നല്ല ഹോസ്പിറ്റൽസിൽ തന്നെ നിങ്ങൾ പോവുക. അതായത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്, അനേകമായിരം പേഷ്യൻസിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ലേക്ക് ഷോർ എന്ന് പറഞ്ഞുകൊണ്ടോ ഒന്നും പോയിട്ടൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾ ആദ്യം കുറേ പൈസ അങ്ങ് പമ്പ് ചെയ്ത് നശിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സാധാരണ ഹോസ്പിറ്റലിനെ ശരണം പ്രാപിക്കും. ഇതാണ് സാധാരണ കണ്ടുവരുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നല്ല ചികിത്സ കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് ഈ കാരിത്താസ് ഹോസ്പിറ്റൽ. ഇപ്പോൾ നിങ്ങൾക്ക് ലിസി ഹോസ്പിറ്റലുണ്ട്. ഞാൻ മറ്റൊന്നുമല്ല പറയുന്നത്, ഇതൊരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ടുമല്ല പറയുന്നത്. പക്ഷേ എൻ്റെ ഒബ്സർവേഷനിൽ ഞാൻ പറയുന്നതാണ്, സത്യസന്ധമായിട്ടുള്ള ചികിത്സ നിങ്ങൾക്ക് അവിടെ കിട്ടും. എന്തുകൊണ്ട് ഞാൻ ഈ സത്യസന്ധമായിട്ട് ചികിത്സ എന്ന് പറയുന്നത്? അപ്പോൾ അല്ലാത്തടത്തൊക്കെ സത്യസന്ധത ഇല്ലേ? അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലായിടത്തും ചികിത്സ കിട്ടും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്കൊരു ടോൺസിലൈറ്റിസ് ഉണ്ടെങ്കിൽ എനിക്ക് 3 രൂപ വിലയുള്ള ആൻറ്റിബയോട്ടിക് വെച്ചത് ചികിത്സിക്കാം, എനിക്ക് 10 രൂപ വിലയുള്ള ആൻറ്റിബയോട്ടിക് വെച്ചത് ചികിത്സിക്കാം.
എനിക്ക് 30 രൂപ വിലയുള്ള ഒരു ആൻറ്റിബയോട്ടിക് വെച്ച് അത് ചികിത്സിക്കാം. ഇതാണ് ചികിത്സയുടെ കാണപ്പുറം എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കും എനിക്ക് 1.5 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ തന്നാൽ ഞാനങ്ങ് ഭേദമാകുന്നു. ഈ 1.5 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷനും 500 രൂപയുടെ ഇഞ്ചക്ഷനും തമ്മിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. വലിയ വ്യത്യാസം എന്നല്ല, ഒരു വ്യത്യാസം തന്നെയും കാണത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്കാനിങ്ങിനും അതിനും ഇതിനുമായിട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടുന്നിടത്ത് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ തന്നെ പോയി ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഞാൻ സാധാരണ എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്ത്, പ്രത്യേകിച്ച് പാവങ്ങളായിട്ടുള്ള പേഷ്യൻസിൻ്റെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾക്കൊരു ക്യാൻസർ കണ്ടുപിടിച്ചാൽ നിങ്ങൾ ഒരേ സ്ഥാപനത്തിൽ മാത്രം പോവുക, അതായത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പോകാൻ പറയും. നിങ്ങൾക്കാർക്കും അറിയത്തില്ലായിരിക്കും, പക്ഷേ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ കൂടെ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും പാവപ്പെട്ട ഒരു ക്യാൻസർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ അവിടെ പറഞ്ഞു വിടുക. കാരണം അവിടുത്തെ ഡോക്ടേഴ്സ് 5 രൂപ ശമ്പളം വാങ്ങിക്കത്തില്ല. ഒരു ജനറൽ ഹോസ്പിറ്റലാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, പക്ഷേ നിങ്ങളുടെ അടുത്തൊന്നും അവർ കൈക്കൂലി വാങ്ങിക്കത്തില്ല. അവിടുത്തെ ഒരു കസ്റ്റം അങ്ങനെയാണ്. അത് എങ്ങനെയോ ആയി എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അതങ്ങനെയാണ്. AK ആൻ്റണിയുടെ ഭാര്യ വരെയും ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ്. അവിടുത്തെ CT സ്കാനോ അവിടുത്തെ MRI സ്കാനോ ഒക്കെ വളരെ വളരെ പൈസ കുറവാണ്. അവിടെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് നിങ്ങളുടെ അടുത്തൊന്നും ഒരു പൈസയും വാങ്ങിക്കത്തില്ല. അവിടുത്തെ കീമോതെറാപ്പിക്കും എല്ലാം വളരെ വളരെ പൈസ കുറവാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ല പറഞ്ഞത്, നിങ്ങൾക്കറിയാവുന്ന പാവപ്പെട്ടവരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ പറഞ്ഞു വിടുക. ഞാൻ ഈയിടെ ഒരു അമ്മച്ചിനെ ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു, എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ പറഞ്ഞു വിട്ടു. അവർക്ക് ഓപ്പറേഷൻ ചെയ്തു, അവർക്ക് കീമോതെറാപ്പി എടുത്തു, എല്ലാം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നു എൻ്റെ അടുത്ത് നന്ദി പറയാനായിട്ട്. അപ്പം ഞാൻ ചോദിച്ചു എത്ര രൂപയാണ്? ഡോക്ടറെ എനിക്ക് 5 രൂപ അവർ ഇത്രയും നാളായിട്ടും ആയിട്ടില്ല, പോകുന്നതും വരുന്നതിന് ചിലവ് മാത്രമേ ആണെന്നാണ് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട്. മറ്റൊരു പേഷ്യൻറ്റിനെ ഞാൻ അവിടെ പറഞ്ഞു വിട്ടപ്പോൾ അവരെന്നോട് തിരിച്ചു വന്ന് പറഞ്ഞത്, ഡോക്ടറെ മഹാത്മാഗാന്ധിയെ കാണണമെങ്കിൽ അവിടുത്തെ ഡോക്ടറിനെ പോയി കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്കുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അത് ചികിത്സയുടെ ഒരു കാണാപ്പുറങ്ങൾ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അവയർനെസ്സിന് വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ കേരളത്തിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് RCC തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. റീജിയണൽ ക്യാൻസർ സെൻറ്റർ ട്രിവാൻഡ്രം. പിന്നെ ഈ ക്യാൻസർ ചികിത്സയുടെ തീരുമാനങ്ങളും പലപ്പോഴും പല രീതിയിലെടുക്കും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയും. നിങ്ങൾക്ക് ഇത്രമാത്രം ചെയ്താൽ മതി, ഇത്രമാത്രം ചെയ്താൽ മതി എന്ന് മറ്റൊരു സ്വരത്തിലും പറയും. ഇതിൻ്റെ എല്ലാം ഫൈനൽ റിസൾട്ട് ഒന്നായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇനി ഈ ബ്രസ്റ്റ് ക്യാൻസറോ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നും നമുക്ക് ചെയ്യുവാനെന്താണ്? കണ്ടുപിടിക്കുവാനായിട്ട് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ, നോ യുവർ ബ്രസ്റ്റ്, ഇതുപോലെയുള്ള ഈ ഓറകളൊക്കെ ഉപയോഗിച്ചോ അല്ലാതെയൊക്കെ നിങ്ങളുടെ ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കാം. വരാതിരിക്കുവാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? സ്റ്റേ അവേ ഫ്രം ടൊബാക്കോ ആൻഡ് ആൽക്കഹോൾ. അതായത് ഒരു കാരണവശാലും മുറുക്കരുത്, വലിക്കരുത്, ആൽക്കഹോൾ കഴിക്കരുത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈ ഡോക്ടർ എന്താണ് ഈ സ്ത്രീ സമൂഹത്തിൻ്റെ അടുത്ത് ആൽക്കഹോൾ ഒന്നും കഴിക്കരുത് എന്ന് പറയുന്നത്? ആൽക്കഹോൾ പ്രധാനമായിട്ടും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു കാരണമാണ് എന്ന് നിങ്ങൾ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ കുടലിൻ്റെ ക്യാൻസറിൻ്റെയും ഒരു പ്രധാനപ്പെട്ട കാരണം ആൽക്കഹോളാണ്. അപ്പോൾ ഞാൻ സ്ത്രീകളോട് എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അതെ, നമ്മുടെ ക്രിസ്തീയ സ്കൂളിൽ ഈ കട്ടപ്പനയിൽ പഠിപ്പിക്കുന്ന ഒരു ചെറിയ പകാരത്തി ടീച്ചർ ഒരു ദിവസം എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ജലദോഷമായിട്ടൊക്കെ വരുന്നതാണ്. നല്ല ഒരു ലേഡിയാണ്. അവരെൻ്റെ അടുത്ത് ഒരു ദിവസം വന്ന് ചോദിച്ചു, ഡോക്ടറെ എന്നെ കാണാൻ വേണ്ടി ഇങ്ങനെ പേഷ്യൻ്റായിട്ട് വന്നപ്പോൾ ചോദിച്ചു, വല്ലപ്പോഴും ഇച്ചിരി ബ്രാൻഡി കുടിക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ നിങ്ങൾ ബ്രാൻഡിയൊക്കെ കുടിക്കും? അല്ല ഡോക്ടറെ, ത്രില്ലിന് വേണ്ടി ഇടയ്ക്കൊക്കെ ഇച്ചിരി കുടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്ത്രീകൾ ഈ ആൽക്കഹോളൊക്കെ കുടിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഫാമിലി. ഞാൻ വേറെ ഒരു പള്ളിയിൽ, ഈ കട്ടപ്പനയിൽ തന്നെ അടുത്തുള്ള ഒരു കട്ടപ്പനയ്ക്ക് അടുത്തുള്ള ഒരു പള്ളിയിൽ അവരുടെ ഒരു വാർഷികത്തിന് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അച്ഛൻ എന്നോട് വിളിച്ചു പറഞ്ഞു, ഡോക്ടറെ ആൽക്കഹോളിസത്തിനെ കുറിച്ചൊന്ന് ക്ലാസ് എടുക്കണം, ഞങ്ങളുടെ ഈ പള്ളി വരുന്ന പലരും ഭയങ്കര കുടിയന്മാരെന്ന് പറഞ്ഞു. ഞാൻ ആൽക്കഹോളിസത്തിനെ കുറിച്ച് ക്ലാസ് എടുത്തു. പിറ്റേ തിങ്കളാഴ്ച, ഒരു ഞായറാഴ്ചയായിരുന്നു, തിങ്കളാഴ്ച രാവിലെ എൻ്റെ വീട്ടിലേക്ക് ഒരു സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വൈഫാണ് എടുത്തത് ഫോണ്, ഞാനില്ലായിരുന്നു. എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ഇന്നലെ ഡോക്ടർ വന്ന് ക്ലാസ് എടുത്തായിരുന്നു, നല്ല ക്ലാസ്സായിരുന്നു കേട്ടോ. ഞാനും എൻ്റെ അമ്മായിമ്മയും എൻ്റെ ഭർത്താവും ഇനി മേലാൽ കുടിക്കത്തില്ല എന്ന് തീരുമാനമെടുത്തല്ലോ. ആ ഡോക്ടറിൻ്റെ അടുത്തൊന്ന് പറയണം, എൻ്റെ അമ്മായിപ്പൻ കുടി നിർത്തുവാനായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം സ്ത്രീകളും കുടിക്കുന്നവരാണ്. കുടിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു കാരണമാണ്.
അതുകൊണ്ട് വലിക്കുന്നതും കുടിക്കുന്നതും ടൊബാക്കോ ഉപയോഗിക്കുന്നതും ഒക്കെ ഏതെങ്കിലും വിധേനയാണെങ്കിലും അതിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു മാറണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നിങ്ങളുടെ വെയിറ്റ്, ഓവർ വെയിറ്റ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു കാരണമാണ്. നിങ്ങളുടെ ഐഡിയൽ വെയിറ്റിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് നിങ്ങളുടെ ഡയറ്റും എക്സസൈസുമാണ് പ്രധാനപ്പെട്ടത്, ഗുളിക കഴിക്കുന്നതല്ല. ഐഡിയൽ വെയിറ്റ് എൻ്റേത് എത്രയാണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളുടെ ഹൈറ്റ് എത്ര സെൻറ്റിമീറ്ററാണോ അതിൽ നിന്നും 100 കുറച്ചാൽ എത്രയാണോ അതിൽ +or-5 അതാണ് നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ് സെൻറ്റിമീറ്ററിൽ 150 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആ 150ൽ നിന്ന് 100 കുറയ്ക്കുക. എത്ര കിട്ടി? 50. 50 + 5 - 5 എത്രയാണോ അതാണ് നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ്. അപ്പോൾ നിങ്ങളുടെ ഐഡിയൽ വെയിറ്റിൽ നിങ്ങൾ കീപ്പപ്പ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. പിന്നെ എക്സസൈസും ഫിസിക്കൽ ആക്ടിവിറ്റി, നിങ്ങൾ ഏത് എക്സസൈസ് ചെയ്യണമെന്ന് നിങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുക. അതായത് നമ്മൾ വീട്ടിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് കിടക്കുന്നിടം വരെയും കഞ്ഞി വെക്കുന്നുണ്ട്, പിള്ളേർ കൊടുക്കുന്നത്, ഇതൊക്കെ ചെയ്യുന്നത്, അതൊന്നും ഒരു എക്സസൈസ് ആകണമെന്നില്ല. നിങ്ങൾക്ക് പറമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി പണിയുകയും ഇച്ചിരി നടുകയും ഇച്ചിരി കൃഷി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഒരു എക്സസൈസാണ്. അങ്ങനെ നിങ്ങളുടെ ആ ഡെയിലി ആക്ടിവിറ്റീസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. കമ്പ്യൂട്ടറിൻ്റെയും ടി വിയുടെയും മുമ്പിൽ അടിഞ്ഞിരുന്ന് സമയം കളയാതിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അതുപോലെ നിങ്ങളുടെ ആഹാരത്തിൽ കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ടായിരിക്കണം. നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ആഹാരം കഴിച്ചു നോക്കി. നമ്മൾ 1000 കൊടുത്തൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോകും. അവിടെ ഏറ്റവും കൂടുതൽ സാധനം വെച്ചിരിക്കുന്നത് ഈ പച്ചക്കറികളും പഴങ്ങളും നമ്മുടെ കപ്പളങ്ങയും ഒക്കെയാണ് വെട്ടിമുറിച്ച് അവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ 150, 200, 400 രൂപ കൊടുത്ത് അത് കഴിക്കും. നമ്മുടെ വീട്ടിൽ കപ്പളങ്ങ കൊത്തി താഴെ വീണാലും നമ്മളത് എടുത്ത് ഒരു തോരൻ പോലും ഉണ്ടാക്കി കഴിക്കാറില്ല. എന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറയും, എനിക്ക് ഭയങ്കര കോൺസ്റ്റിപ്പേഷനാണ്, വയറ്റിൽ നിന്ന് പോകുന്നില്ല എന്ന് പറയും. ഒരു കപ്പളങ്ങ തോരൻ കഴിച്ചാൽ പോകാവുന്നതേ ഉള്ളൂ വയറ്റിൽ നിന്ന്. പക്ഷേ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പം നമ്മുടെ വീട്ടിലുള്ള ആ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കൂടുതൽ കഴിക്കുക. നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ പോയി നോക്കണം. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലുമൊക്കെ അച്ഛനൊക്കെ അറിയാം, ഈ കൂടുതലും വെജിറ്റബിൾസും ഫ്രൂട്ട്സും അവരൊത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സിനകത്തും ഒത്തിരി ആൻറ്റിഓക്സിഡൻസും ഫൈറ്റോ കെമിക്കൽസും ഒക്കെ ഉണ്ട്. അതായത് ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യുന്ന, ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ചില തരത്തിലുള്ള വിറ്റമിൻസൊക്കെ, ഈ ഫൈറ്റോ കെമിക്കൽസ്, ചില കെമിക്കൽസ് ഒക്കെ ഈ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലുമുണ്ട്. പ്രത്യേകിച്ച് ചനിച്ച ഫ്രൂട്ട്സിൽ. മുഴുവൻ പഴുത്തയിലും ഏറ്റവും നല്ലത്, കൂടുതൽ ആൻറ്റിഓക്സിഡൻസ് ഉള്ളത്, ക്യാൻസർ പ്രതിരോധിക്കുന്ന കെമിക്കൽസ് ഉള്ളത് ചനച്ച ഫ്രൂട്ട്സിലാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും എല്ലാ ദിവസവും തന്നെ കുറച്ചെങ്കിലും ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ പച്ചയ്ക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഞാൻ സാമ്പാർ ഉണ്ടാക്കി കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പല സാധനങ്ങളും പച്ചയ്ക്ക് തന്നെ വെട്ടിമുറുക്കി കഴിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ക്യാൻസറിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടായിരിക്കണം. ക്യാൻസർ വരാതിരിക്കുവാനായിട്ടും അത് ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങൾക്ക് സ്വയം നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ചും ഒരു അറിവുണ്ടായിരിക്കണം. എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു, എൻ്റെ അച്ഛന് ക്യാൻസർ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എൻ്റെ സഹോദരികളോ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടായിരുന്നോ? അങ്ങനെയുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ, കോളോൺ ക്യാൻസർ, കുടലിൻ്റെ ക്യാൻസർ ഒക്കെ ഫാമിലിയിൽ റൺ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ എന്നെക്കുറിച്ച് ഒരു അവയർനെസ് എനിക്കുണ്ടായിരിക്കണം. എൻ്റെ കുടുംബത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ അതിനെക്കുറിച്ച് സ്വയം അന്വേഷിക്കുകയും നമ്മൾക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികൾ പ്രത്യേകിച്ചും റെഗുലറായിട്ടുള്ള ചെക്കപ്പ് ചെയ്യുന്നതുമൊക്കെ തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പോൾ നമ്മുടെ ആഹാരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഓയിലി ഫുഡ്, ഓയിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ചല്ലാണ്. ഗ്രീസിൽ പെൺകുട്ടികൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വളരെ കുറവാണ്. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അവർ കൂടുതലും ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിലല്ലാത്ത എല്ലാ ഓയിലും കൊളസ്ട്രോൾ കൂട്ടാനായിട്ടും ക്യാൻസർ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഓയിലി ഫുഡ് വളരെ ഓയിലിൻ്റെ അളവ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ഡോക്ടറെ അതെങ്ങനെയാണ് ഞങ്ങൾ ഓയിലിൻ്റെ ഫുഡ്? നിങ്ങളിതെല്ലാം കേട്ടിട്ട് പോവുക. നാളെ തൊട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓയിലിൻ്റെ അളവ് എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും? ഇറ്റ്സ് വെരി സിമ്പിളാണത്. നിങ്ങൾ ഒരു മാസം നിങ്ങളുടെ വീട്ടിൽ വാങ്ങിക്കുന്ന ഓയിൽ, ഏത് ഓയിലായിക്കോട്ടെ, നിങ്ങൾ വാങ്ങിക്കുന്ന ഓയിൽ 3 കിലോയാണെങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കുക, ഇനി ഒരു മാസത്തേക്ക് ഞാൻ 2.5 കിലോയെ ഉപയോഗിക്കുള്ളൂ.
ആദ്യത്തേൽ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഓയിലിൻ്റെ അളവ് കുറവായിരിക്കും ഉപയോഗിക്കുന്നത്. അതൊക്കെയാണ് അതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓയിൽ ഉപയോഗിക്കുന്നത് കുറയുമ്പോൾ LDL കൊളസ്ട്രോൾ കുറയും. നിങ്ങളൊക്കെ LDL കൊളസ്ട്രോളിനെ കുറിച്ച് കേട്ടിട്ടുള്ളതും ഞാൻ സാധാരണ പറയാറുള്ളതും LDL കൊളസ്ട്രോൾ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുമെന്നാണ്. ശരിയാണ്, LDL കൊളസ്ട്രോളാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ വില്ലൻ. പക്ഷേ LDL കൊളസ്ട്രോളിന് വേറൊരു പരിപാടിയും കൂടിയുണ്ട്. അതായത് എല്ലാ പഠനങ്ങളും കാണിക്കുന്നത് നിങ്ങൾക്ക് സപ്പോസ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അവസരത്തിൽ നിങ്ങളുടെ LDL കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നിങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കിയതിന് ശേഷവും രണ്ടാമതും ഈ ബ്രസ്റ്റ് ക്യാൻസർ വരുവാനായിട്ടുള്ള ചാൻസ് ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് കൂടുതലാണെന്നാണ്. മനസ്സിലായോ? LDL കൊളസ്ട്രോളും ക്യാൻസറും തമ്മിലുള്ള ഒരു ബന്ധം. അപ്പോൾ LDL കൊളസ്ട്രോൾ എപ്പോഴും കുറച്ച് നിർത്തുക. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. അത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ സോയാബീൻ പോലെയുള്ള സാധനങ്ങൾ, സോയ പൗഡർ, സോയാബീൻസ്, അതൊക്കെ നമ്മളുടെ അടുക്കളയിൽ അല്ലെങ്കിൽ നമ്മുടെ ആഹാരത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. കാരണം അതിനകത്ത് ഐസോഫ്ലവിൻസ് എന്ന് പറയുന്ന ചില കെമിക്കൽസ് ഉണ്ട്. അത് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാതിരിക്കുവാനായിട്ട് സഹായിക്കും. പിന്നെ ഫിഷ് ഓയിൽ, അതായത് നമ്മൾ ഈ ചുമന്ന ഇറച്ചിയിൽ നിന്നും ഈ ഫിഷിലേക്ക് പോകുന്നത്, മീൻ പ്രത്യേകിച്ച് കടൽ മത്സ്യങ്ങളിലേക്ക് പോകുന്നതൊക്കെ തീർച്ചയായിട്ടും നല്ലതാണ്. കാരണം ഫിഷ് ഓയിലുമൊക്കെ ഇങ്ങനെയുള്ള ക്യാൻസറുകൾ വരാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആഹാരത്തിൽ നമ്മൾ മഞ്ഞളും കടുകും ഒക്കെ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും അതും നമ്മൾക്ക് ക്യാൻസർ വരാതിരിക്കുവാനായിട്ട് സഹായിക്കും. അപ്പോൾ മറ്റൊരു ആഹാരത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഗ്രീൻ ടീ. ഈ ഗ്രീൻ ടീ കുടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഗ്രീൻ ടീക്കകത്ത് നിറയെ പഞ്ചസാര ഇട്ട് കലക്കി കുടിക്കുക. അങ്ങനെയല്ല ഗ്രീൻ ടീ കുടിക്കേണ്ടത്. മറിച്ച് ഗ്രീൻ ടീ കുടിക്കേണ്ടത് നിങ്ങൾ ഒരു ഒരു ചെറിയ ഗ്ലാസ് അര ഗ്ലാസ് ഗ്രീൻ ടീ മാത്രം ഒരു ദിവസം കുടിച്ചാൽ മതി. ഒത്തിരി കുടിച്ചാൽ ഇതിന് കയ്പാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ കുടിക്കത്തില്ല. അര ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കുക. അത് തിളച്ച വെള്ളത്തിലേക്ക് ഗ്രീൻ ടീയുടെ പൗഡർ ഇട്ടിട്ടാണ് കുടിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ചായ അനത്തുന്ന പോലെ അതിനെ തിളപ്പിച്ചിട്ടല്ല കുടിക്കേണ്ടത്. തിളച്ച വെള്ളത്തിലേക്ക് ഇച്ചിരി പൊടിയിടുക, എന്നിട്ടൊന്ന് കലക്കിയിട്ട് ആ സത്തെടുത്ത് കുടിക്കുക. അര ഗ്ലാസ് മാത്രം എല്ലാ ദിവസവും കുടിക്കുക. തീർച്ചയായിട്ടും അത് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് സഹായിക്കും. കാറ്റക്കോലമീൻസ് എന്ന് പറയുന്നത് ഈ ഗ്രീൻ ടീക്കകത്ത് കൂടുതലുണ്ട്. പ്രഷറിന് നല്ലതാണ്, പ്രമേഹത്തിന് നല്ലതാണ്, ക്യാൻസറിന് നല്ലതാണ്, മറ്റെല്ലാ അസുഖങ്ങൾക്കും ഈ ഗ്രീൻ ടീ നല്ലതാണ്. അതൊരു സത്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ക്യാൻസർ രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും. ഇനി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. പക്ഷേ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ അത് മാത്രമാണ് ബ്രസ്റ്റ് ക്യാൻസറിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമെന്ന് പറയുന്നത്. അത് നിങ്ങൾ മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഗ്ലൗസ് തരും, ഗ്ലൗസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഗ്ലൗസ് ഉപയോഗിക്കാതെയും നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രസ്റ്റ് പരിശോധിക്കാം. നിങ്ങൾ ഇന്ന് കേട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷനെ കുറിച്ച് നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത് തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ നമുക്കിവിടെ കുടുംബ കൂട്ടായ്മയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കൂട്ടായ്മകൾ